ജിൻഡോ നമ്മൾ ആദ്യം കാണുമ്പോ ജിൻഡോ ഈ ഫൈനലിലേക്ക് വരുമെന്ന് വിചാരിച്ച ഒരാളേ അല്ല അല്ലെ, എവിടുന്നോ പൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ച ഒരാൾ ഇങ്ങനെ കയറി വന്നു. എങ്ങനെയാണ് പുള്ളി ഡിസേർവിംഗ് ആണെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു. എങ്ങനെയാണ് അതെന്ന് പറഞ്ഞാൽ ജിൻഡോ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇത് ആരിത് എന്ന് വെച്ചു. ഞാനാണ് ആദ്യമായിട്ട് പ്രഡിക്ഷനിൽ ജിൻഡോയുടെ പേരിടുന്നത് കേട്ടോ. ജിൻഡോ എന്ന് പറഞ്ഞു ഇതാ ഒരാൾ. എനിക്ക് കറക്റ്റ് ഫോട്ടോ പോലും കിട്ടിയില്ല. ഇത് ഫോട്ടോ പോലും ഇല്ല, നല്ലൊരു ഫോട്ടോ പോലും ഇല്ല. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോ എന്നൊരു പേര് കേൾക്കുന്നുണ്ട്. ഇയാളാണ് ജിൻഡോ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നു, ഇഷ്ടം പോലെ പ്ലേയേഴ്സ്. ഇതിൽ ആരെ നോക്കണം എന്നാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ. ജിൻഡോനെയൊക്കെ ആണ് ജിൻഡോ അവിടെ ഇരിക്കട്ടെ, ഇയാൾ എന്തായി കാണിക്കണേ എന്നുള്ള രീതിയിൽ ജിൻഡോ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിറച്ച് നിൽക്കുകയാണ് റോക്കി, ആരൊക്കെയാണ് നിൽക്കുന്നത് അല്ലേ, രതീഷ് ആണെങ്കിൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആണ് അതിൻ്റെ ഇടയിൽ. അതിൽ രതീഷിന്റെ കൂടെ വന്ന ഒരാളായിട്ടാണ് ജിൻഡോ വന്നത്. രതീഷിന്റെ കൂടെയല്ലേ ആദ്യത്തെ ആഴ്ച വന്നത്. രതീഷ് എവിക്റ്റായി പോയ ശേഷം ജിൻഡോനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ രതീഷ് ചേട്ടാ കൊണ്ടുവരണേ, തിരിച്ചു വരുന്ന ഒരു പ്രൊമോ ഒക്കെ വന്നു. അതിൽ നിന്നാണ് ജിൻഡോനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ആദ്യത്തെ നോമിനേഷനിൽ ജിൻഡോനെ പിടിച്ചിട്ടു. ജിൻഡോയ്ക്ക് ഫുൾ സംശയമാണ് മണ്ടൻ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര മണ്ടനൊന്നും അല്ല, അതൊരു ഗെയിം ഒക്കെ തന്നെയാണ് അല്ലേ. അതെ തീരെ അല്ലേ. എനിക്ക് തോന്നുന്നു ഈ അവസാനം എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റി എന്നുള്ളത് ലാലേട്ടൻ വന്ന് പറയുമ്പോഴത്തേക്കും സോറി ലാലേട്ടൻ, നമ്മളെ ഉൽക്ക ദേഹത്തേക്ക് വന്നാലും അതിനെ ചെറിയ ബോംബായിട്ട് മാറ്റും. അതായത് ഇങ്ങനെയൊക്കെ കരുണ തോന്നും, കരുണഭാവം. ലാലേട്ടാ ഞാൻ അറിഞ്ഞില്ല ലാലേട്ടാ. അപ്പൊ കുറച്ച് അതെ ഗെയിമൊക്കെ ഉണ്ട്. വലിയ കാര്യം ചെറുതാക്കി എടുക്കും, ചെറുതായിട്ട് മാറ്റും അതിനെ. അത് ജിൻഡോയ്ക്ക് ഒരു കഴിവുണ്ട്. പക്ഷെ ജിൻഡോ ആ ആദ്യത്തെ നോമിനേഷനിൽ ചായ ആരാ ഇട്ടത്, അത് കോമഡിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാൻ വെച്ച് ഇതെന്താ സംഭവം നോക്കുമ്പോ ഞാൻ വേറെ ആരെയും നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് ഈ ചായ ഇട്ട ആളെ എനിക്ക് കിട്ടണം. അപ്പൊ ഇതെന്താ, അപ്പൊ നേരെ എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് പോയി. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരെ കൊണ്ടുവന്നു കേട്ടാ. ഉറക്കം ഇരുന്നുറങ്ങുക അതൊക്കെ പറഞ്ഞ ജിൻഡോ ലക്കിയാണ് കേട്ടാ. നമ്മളതൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ ലാലേട്ടൻ ഇങ്ങനെ എടുത്തിടും വീക്കെൻഡില്, ജിൻഡോ എന്താ ഉറങ്ങിയത്, ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടാ, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ സൈഡിൽ ഇങ്ങനെ ഉറങ്ങുന്ന കാണിക്കും. അതെ അതെ അതെ. ഈ നമുക്കിനി കുറച്ച് ഡോക്ടറുടെ ലൈഫിലേക്ക് വരുമ്പോ ഡോക്ടർ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളൊരു അലിഗേഷൻ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് കാണുന്നത്? വളരെ ചുരുക്കം വാക്കുകളിൽ പറയാം. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അവിടെ എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കുള്ളൂ. ആരെങ്കിലും സ്വന്തമായിട്ട് നെഗറ്റീവ് ആവാൻ വേണ്ടി പോവൂ? അല്ല ഞാൻ നെഗറ്റീവ് ആയിക്കോളാം, നിങ്ങൾ ആ സ്ക്രിപ്റ്റിങ് തന്നേക്ക്, ഞാൻ എല്ലാവരെയും എന്താണ് നെഗറ്റീവ് അടിപ്പിച്ച് ഞാൻ സ്വയം നെഗറ്റീവ് ആയിക്കോളാം എന്ന് പറയൂ ആരെങ്കിലും? ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അല്ല, ഇതെല്ലാം ഒരു 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 ഡ്രാമയുടെ ഭാഗമാണ്. ഇതിന് ഇവർക്ക് കൃത്യമായ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ചിലപ്പോ വില്ലൻ ആവണമെങ്കിൽ വില്ലൻ ആവില്ല, ഒരു സിനിമ കാണുന്നത് പോലെ. തീർച്ചയായിട്ടും ഒരു വില്ലൻ ഉണ്ടാവും, ഒരു ഹീറോ ഉണ്ടാവും. പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആദ്യം പ്രേക്ഷകർ നോക്കുന്ന വില്ലനെയാണ് കേട്ടാ. ഞാൻ ആരാണ് ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റിയ ആൾ, 10 കുറ്റം ഇതിനകത്ത് പറയണം. ആദ്യത്തെ ആഴ്ച നോക്കുന്നത് വില്ലനെയാണ് നമ്മള്. നമുക്ക് 10 പറയാൻ പറ്റുന്ന ആൾ ഇതിനകത്ത് ആരുണ്ടെന്നുള്ളത്. അത് സ്ക്രിപ്റ്റഡ് ആണ്, വില്ലൻ ആക്കി മാറ്റുകയാണെന്നോ? അങ്ങനെ വില്ലൻ ആക്കി മാറ്റിയൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നത് അവരെന്തായാലും കാണിക്കും. അല്ല പിന്നല്ലാണ്ട് നമ്മൾ ആരെങ്കിലും സ്വയം ഞാൻ വില്ലൻ ആയിക്കോളാം എന്ന് പറയൂ? ഇല്ല, ഒരു കൈകടത്തലും ഇല്ല ബിഗ് ബോസിൽ. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് നമ്മളതിനകത്ത് എല്ലാവരെയും കയറ്റി വിട്ടിട്ട് പിന്നെ നമ്മുടെ ഗെയിമാണ് അതിനകത്ത് പക്ക. വില്ലൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അറിയാമോ? ഞാൻ വില്ലനാവും. കാര്യം ഇപ്പൊ അങ്ങനെയാണ് ഈ ഷോ മാറിയിരിക്കുന്നത്. ബിഗ് ബോസിൽ പോയിട്ട് ഭയങ്കര വേറെ തന്നെ ഒരു പ്രതീതിയാണ് കേട്ടാ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ സെറ്റാണ്. ഭയങ്കര എന്താ പറയണ്ടേ, പക്കയാണെല്ലാം, ഷെഡ്യൂൾഡ് ആണ്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ ഭയങ്കര എന്താ പറയുക, നമ്മളൊരിക്കലും അയ്യോ തപ്പേണ്ട ആവശ്യം വരില്ല. നമ്മുടെ കൂടെ ഒരാളുണ്ടാവും, നമുക്കെല്ലാം നമ്മളെ നല്ല സേഫ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ സെറ്റിന്റെ അകം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. സെറ്റിന്റെ അകം പറയാൻ പറ്റില്ല, ഭയങ്കര സീക്രട്ട് ആണ് അതൊക്കെ. എന്തായാലും ഭയങ്കര സീക്രട്ട് ആണ്. നമ്മൾ അതൊക്കെ നിങ്ങൾ അത് ഇരുന്നോട്ടെ, അത് രസമല്ലേ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മാം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്ത് ഇട്ടാലും കുറെ പേര് വന്ന് ചീത്ത വിളിക്കുന്നു, കുറെ പേര് നമ്മളെ ഒരുപാട് ആരാധകരുള്ള ആളാണ്. ബിഗ് ബോസിന്റെ ആരാധകരെ പോലെ താങ്കൾക്കും ആരാധകരുണ്ട്. പക്ഷെ കുറെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു. പിന്നെ എക്സാക്ട് ഇവരുടെയൊക്കെ റെസ്പോൺസ്, നേരത്തെ ജാൻമണി വിളിച്ച് സംസാരിച്ചു, ഭയങ്കര സന്തോഷം, നമ്മൾ അതിന്റെ വീഡിയോ ഞാൻ റീല് കണ്ടിരുന്നു. അതുപോലെ അവരുടെ റെസ്പോൺസ് നെഗറ്റീവ് പറയുന്നവരാരെങ്കിലും വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടോ? കണ്ടസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ലടാ ഇതുവരെ, ഇല്ല. പക്ഷേ ആർമിക്കാര് പിന്നെ പറയണ്ടല്ലോ, അവര് ചീത്ത വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് ഇടുക, പിന്നെ ടാഗ് ചെയ്യുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൈബർ അറ്റാക്ക് ഉണ്ട് കേട്ടോ. ഡോക്ടർ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് PR ആണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ അയ്യോ ഭയങ്കര PR ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് പറയാൻ പറ്റുന്നത്
എന്തിന് PR എടുക്കണം? സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് അഭിപ്രായം പറയാമല്ലോ. സമാധാനത്തിൽ ഇരുന്ന് ലൈവ് അപ്ഡേറ്റ് കാണുക, പറയുക. നമുക്ക് ഒരാളെ നിന്ന് പൈസ മേടിച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, പൊക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ആരെയും പൊക്കിയിട്ടുമില്ല, ആരെയും താഴ്ത്തിയിട്ടുമില്ല. കറക്റ്റ് എന്താണോ അത് പറയും. അപ്പൊ അതെന്റെ പ്രേക്ഷകർ താഴെ പറഞ്ഞോളും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞോളും. പിന്നെ ഈ പറയുന്ന മൊത്തം ഈ ആർമിക്കാരും ഇവരുമാണ്. അതെന്ന് പറഞ്ഞാൽ ഇത് പൊക്കുന്നത് ആരും പറയൂലേ. ഇപ്പൊ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും ഇപ്പൊ ഫാൻസുകാർ വന്ന് അറ്റാക്ക് ചെയ്യാണ്, അപ്പൊ ഈ ആളെ ഞാൻ പൊക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടൂല, നല്ലത് അവിടെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ചെറിയൊരു കുറ്റം മതി, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അയാളുടെ നിന്ന് പൈസ പിടിച്ചു, നിങ്ങൾ ആരുടെ നിന്ന് പൈസ പിടിച്ചു. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അയാളെ പറയും, അയാൾ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ മറ്റാളുടെ നിന്ന് പൈസ മേടിച്ചു. ഇത് തന്നെയാണ് എല്ലാ സീസണിലും. ഇത് എപ്പോഴും ഇങ്ങനെയാ, അവരുടെ PR ഇവരുടെ PR. ഞാൻ സത്യം പറഞ്ഞ എല്ലാവരുടെയും PR ആണ് അതിനകത്ത്. ഒരു കമന്റ് സെക്ഷനിൽ ഇന്ന് ഞാൻ ഇന്ന് നിങ്ങൾ ഇവരെ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ജാസ്മിന്റെ, ഇന്ന് നിങ്ങൾ ജിൻഡോയുടെ, ഇങ്ങനെ ഇന്ന് നിങ്ങൾ അർജുന്റെ, അങ്ങനെ പറയും.